പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടെസ്ല സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്കും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ദൃഢമാകാൻ ഒരുങ്ങുകയാണ്. ഇലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനം എന്തുകൊണ്ട് പ്രാധാന്യമാകുന്നു എന്ന ആ ഒരൊറ്റ ചോദ്യത്തിന് ഒരു ഉത്തരമേ നൽകാൻ സാധിക്കൂ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വേഗത്തിൽ വളരുന്ന ടെസ്ല വിപണികളിൽ ഒന്നായ ടെസ്ല, അതുപോലെ തന്നെ സ്റ്റാർലിങ്ക്, സ്പേസ് എക്സ് എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഇലോൺ മസ്കിന്റെ വരവിനോടുകൂടി തന്നെ ഇന്ത്യ സന്ദർശനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ടെസ്ല കാറുകൾ നിരത്തിലിറക്കിയാൽ ആപ്പിൾ ഐഫോൺ ഇന്ത്യൻ വിപണിയിൽ ഇടം പിടിച്ചതുപോലെ തന്നെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ടെസ്ല കാറുകളുടെ ഏകദേശ വിലയെന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ്. സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നോട്ട് നിൽക്കുന്ന ഈ കാറ് വാങ്ങാൻ, അത് ഉപയോഗിക്കാൻ തക്ക സമ്പന്നരായ ആൾക്കാർ ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. പഴയ പാവങ്ങളുടെ ഇന്ത്യ മാത്രമല്ല ഇന്നത്തെ ഇന്ത്യ. ആപ്പിൾ ഐഫോൺ അവരുടെ വിപണന കേന്ദ്രത്തിന്റെ എണ്ണം കൂട്ടിയതുപോലെ തന്നെ, അല്ലെങ്കിൽ 2 വർദ്ധിപ്പിച്ചതുപോലെ തന്നെ ടെസ്ലയ്ക്കും സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനിയിപ്പോൾ ടെസ്ലയ്ക്കും അതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇലോൺ മസ്ക് ഈ വർഷം അവസാനം തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയും മസ്കും തമ്മിലുള്ള ഫോൺ കോളിലൂടെ സംസാരിക്കവെയായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ഇതിനുശേഷമാണ് മസ്ക് ഇന്ത്യയിലേക്ക് എത്തുമെന്നും അറിയിച്ചത്. ടെസ്ലയുടെ വൈദ്യുത സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ അഭിലാഷങ്ങൾ, സ്പേസ് എക്സിന്റെ പ്രപഞ്ച അഭിലാഷങ്ങൾ എന്നിവയുമായി മസ്ക് ഒരു സൗഹൃദ സന്ദർശനത്തിനോ അവസരങ്ങൾ പര്യവേഷണം ചെയ്യുവാനോ മാത്രമല്ല എത്തുന്നത്. ആഗോള സാങ്കേതിക നവീകരണ ആവാസ വ്യവസ്ഥയിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം സജീവമായി പുനർനിർമ്മിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഇപ്പോൾ എത്തുന്നത്. ട്രംപിന്റെ തീരുവകളുടെ ആഘാതം നികത്തുന്നതിനായി ഇന്ത്യ US-യുമായി ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രി മോദിയുമായും മസ്ക് കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നതും. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ അവർ ഫോൺ കോളിലൂടെ സംസാരിച്ചിരിക്കുന്നതും. 90 ദിവസത്തെ താൽക്കാലിക വിരാമം പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ഏപ്രിൽ 2-ന് ട്രംപ് ഇന്ത്യയും 27% US തീരുവകൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി മോദിയും മസ്കും അവസാനമായി കണ്ടുമുട്ടിയതാകട്ടെ മുൻ പ്രധാനമന്ത്രി US സന്ദർശന വേളയിലായിരുന്നു. സ്പേസ് എക്സ് ഉടമ തന്റെ 3 കുട്ടികളോടൊപ്പം, അതുപോലെ തന്നെ പങ്കാളിയോടൊപ്പമായിരുന്നു അവിടെ എത്തിയതും. ബഹിരാകാശം, മൊബിലിറ്റി, സാങ്കേതിക വിദ്യ, നവീകരണം തുടങ്ങിയ അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ വിവിധ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപാണ് ഇത് നടന്നത്. ഏപ്രിൽ 21-ന് വാൻസും ഭാര്യയും കുട്ടികളും പ്രധാനമന്ത്രി മോദിയെ കാണാൻ എത്തിയിരുന്നു. കൂടാതെ തന്നെ ഏപ്രിൽ 21-ന് വാൻസും ഭാര്യയും കുട്ടികളും പ്രധാനമന്ത്രി മോദിയെ കാണുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലോൺ മസ്കിന്റെ ടെസ്ല നിർമ്മാണ ഫാക്ടറി ഇന്ത്യയിൽ ഉടനെ തന്നെ തുറക്കാനിരിക്കുകയാണ്. ഇന്ത്യയിലെ ടെസ്ല കാറിന്റെ ഫാക്ടറിക്ക് അനുമതി നൽകുമെന്നും അതേസമയം ടെസ്ലയുമായി മത്സരിക്കുന്ന ചൈനയുടെ കാർ കമ്പനിയായ വിബൈക്ക് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകില്ല എന്നും കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര വാണിജ്യ മന്ത്രിയായ പീയൂഷ് ഗോയൽ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതും. ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് US-യുമായുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പീയൂഷ് ഗോയൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും. അതുപോലെ തന്നെ ഇലോൺ മസ്കിന്റെ ഉപഗ്രഹത്തിലൂടെ തന്നെ അതിവേഗ ഇന്റർനെറ്റ് നൽകാനുള്ള സ്റ്റാർലിങ്ക് പദ്ധതിയും ഇന്ത്യയിൽ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായി സ്റ്റാർലിങ്ക് ഉദ്യോഗസ്ഥരുമായി ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഈയിടയ്ക്കാണ് ചർച്ചകൾ നടത്തിയതും. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം ഉപഭോക്താക്കളിൽ എത്തിക്കാൻ സ്പേസ് എക്സും അതുപോലെ തന്നെ എയർടെൽ, ജിയോ എന്നീ കമ്പനികളും കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി ഉപഗ്രഹ ഇന്റർനെറ്റിന് ഏത് സ്പെക്ട്രം അനുവദിക്കണമെന്നും അത് രാജ്യസുരക്ഷയെ ബാധിക്കുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് അന്തിമ തീരുമാനമെടുക്കാനും കഴിഞ്ഞിട്ടില്ല. മണിപ്പൂരിൽ തീവ്രവാദികൾ സ്റ്റാർലിങ്ക് സേവനം ഉപയോഗിച്ച് രഹസ്യമായി ആശയവിനിമയം നടത്തിയതായ ചില ആശങ്കകളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇലോൺ മസ്കിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമേറിയത് തന്നെയാണ് എന്നാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.